ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ ഗംഗ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് കരയുന്നുണ്ട്. ആ സമയത്ത് മാളു വന്നിട്ട് കാര്യം എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നു. ഗംഗയാണെങ്കിൽ മാളുവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മാളു ഇപ്പോൾ പറയുന്നുണ്ട്, ഗംഗ എന്തിനാണ് കരയുന്നത്? ഗംഗയാണെങ്കിൽ വിഷം ചേർക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം മാളു ഗംഗയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഗൗരിയുടെ ആത്മാവും അവിടെ ഉണ്ടായിരുന്നു. ശേഷം കാണിക്കുന്നത് രാഹുൽ മഹിയോട് പറയുന്നുണ്ട്, ഗംഗ ഈ വീട്ടിൽ ഇനി നിർത്താൻ പറ്റത്തില്ല, ഇവിടെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണമെന്നൊക്കെ പറയുന്നു. രേഷ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇറക്കി വിട്ടാൽ മാത്രം പോരാ, പോലീസിൽ ഏൽപ്പിക്കണമെന്നും പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. ഗൗരിക്കും ഷോക്കാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗംഗയുടെ ശരീരത്തിലേക്ക് ഗൗരിയുടെ ആത്മാവ് കയറുന്നു. അതിനുശേഷം ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശ്രേയയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദേവയാനി അമ്മയ്ക്ക് ആരാണ് വിഷം കൊടുത്തതെന്ന്. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, അത് നീ തന്നെയല്ലേ ഗംഗ ചെയ്തതെന്ന്. ഗംഗയുടെ ശരീരത്തിൽ ഗൗരിയുടെ ആത്മാവ് ഉള്ളതുകൊണ്ട് വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, സത്യം പറ, ആരാണ് കൊടുത്തതെന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്